കുട്ടികൾ ദൈവം തന്ന വരദാനം തന്നെയാണ്. കുട്ടികൾ ഭൂമിയിൽ പിറന്നു വീഴുന്നത് യാതൊരു കള്ളത്തരങ്ങളുമില്ലാതെയാണ്. ആ കുഞ്ഞുങ്ങളെ നന്മയിലേക്ക് നയിക്കേണ്ട പ്രധാന ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്ക് തന്നെയാണ്. നമ്മുടെ രക്ഷിതാക്കൾ നിരന്തരം പരാതിപ്പെടാറുണ്ട്. എൻ്റെ കുട്ടി അനുസരിക്കുന്നില്ല, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നു, പലപ്പോഴും അക്രമ സ്വഭാവം കാണിക്കുന്നു എന്നൊക്കെ. എന്തായിരിക്കാം ഇതിൻ്റെ കാരണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികളിലുണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങൾക്ക് പ്രധാന കാരണം രക്ഷിതാക്കൾ തന്നെയാണ്. ഈ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം എന്നാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം. സ്നേഹം പ്രകടിപ്പിക്കുന്നതിലൂടെ കുട്ടികൾക്ക് സുരക്ഷിതത്വ ബോധം മാത്രമല്ല, ആത്മവിശ്വാസം വളരുകയും ചെയ്യുന്നു. മനുഷ്യരെ പോലെ തന്നെ ലോകത്തിലെ സകല ജീവജാലങ്ങളുടെയും വളർച്ചയ്ക്ക് സ്നേഹം ആവശ്യമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഞങ്ങൾ എന്തേ ഞങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നില്ലേ? അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നില്ലേ? ശരിയാണ്. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷെ പലരും ഈ സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. അത് യഥാർത്ഥ രീതിയിൽ പ്രകടിപ്പിക്കുന്നില്ല. അവിടെയാണ് ഒന്നാമത്തെ പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? അവരെ നമ്മൾ കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം, അവരുടെ ഓരോ സന്തോഷത്തിലും കൂടെ നിൽക്കണം. സ്നേഹം ഉണ്ടായാൽ മാത്രം കുട്ടിക്കത് മനസ്സിലാവണമെന്നില്ല. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കണം. എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട് എന്ന തോന്നൽ കുട്ടിക്കുണ്ടാവണം. ഇതെല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് കുട്ടികൾ പലപ്പോഴും വാശിക്കാരാവുന്നത്, ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. അടുത്തതായി എൻജോയ്മെൻറ്റ്. കുട്ടികൾ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? അത് നമുക്കെല്ലാവർക്കും അറിയാം. കളിയിലൂടെ മാത്രമേ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂ. അവരെ കളിക്കാൻ വിടുക. അവർ കളിച്ചു വളരട്ടെ, കൂട്ടുകൂടട്ടെ. അവരുടെ ഒപ്പം കളിക്കുന്ന പിയർ ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് രക്ഷിതാക്കളുടെ കൂടെയുള്ള കളി. നമ്മുടെ ഈഗോ കാരണം നമ്മൾ ഒരിക്കലും അവരുടെ കൂടെ കളിക്കാറില്ല. പക്ഷെ അവരോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കളിക്കാൻ ഇഷ്ടം ആരോടൊപ്പമാണെന്ന്. കുട്ടികളിൽ നിന്നുള്ള ഉത്തരം തീർച്ചയായും എൻ്റെ അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഇതാവാം. അപ്പോൾ നമ്മൾ കുറച്ച് സമയമെങ്കിലും കുട്ടികൾക്ക് വേണ്ടി അവരുടെ കൂടെ കളിക്കാൻ ചിലവഴിക്കുക. അടുത്തതായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തരുത്. അവരുടെ കഴിവുകളെ അടിച്ചമർത്തരുത്. ഓരോ കുറ്റപ്പെടുത്തലും തകർക്കുന്നത് അവൻ്റെ ആത്മവിശ്വാസമാണ്. ഓരോ കുട്ടിയിലും ധാരാളം കഴിവുകളുണ്ട്. പഠനത്തിൽ പിന്നോക്കമാണെങ്കിലും ചില കുട്ടികൾ ചിത്രം വരയ്ക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നന്നായി പാട്ട് പാടുന്നവരായിരിക്കും. അതൊക്കെ അവൻ്റെ കഴിവുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അയൽപക്കത്തെ കുട്ടികളുമായി ചേർത്ത് അവരെ താരതമ്യം ചെയ്ത് ഇവനൊന്നും കഴിവില്ലാത്തവനാണ്. ഒരു കുട്ടിയെ നമ്മൾ പല പ്രാവശ്യം ഇവൻ മണ്ടനാണെന്ന് പറഞ്ഞാൽ അവൻ എത്ര മിടുക്കനാണെങ്കിലും അറിയാതെ മണ്ടനായി പോകും. നമ്മളെല്ലാം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉള്ളവരാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു കഴിവ് എല്ലാവരിലുമുണ്ട്. തൻ്റെ കുട്ടിയുടെ കഴിവുകളെ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ്. അവനിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയാണ്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അവനിൽ മറഞ്ഞു കിടക്കുന്ന കഴിവുകളെ കൂടി നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും പുറത്തു കൊണ്ടുവരാനും കഴിയും. മറിച്ചായാൽ വാശി വരും, അക്രമ സ്വഭാവം വരും. കുട്ടികളെ അടിക്കുക, അല്ലെങ്കിൽ ആക്രമിക്കുക, അല്ലെങ്കിൽ അവരോട് ഉച്ചത്തിൽ സംസാരിക്കുക, ഇത് അവരിൽ ക്രിമിനൽ വാസന വരുത്തും. ഡിപ്രഷൻ വരാം.
ലോകം മുഴുവൻ തനിക്കെതിരാണെന്ന ചിന്ത വരാം. ഈ ചിന്തയിലൂടെ കുട്ടിയിൽ നെഗറ്റീവ് ചിന്താഗതി വളരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക എന്നതാണ്. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ മാത്രം അവനെ പ്രേരിപ്പിക്കുക. അതിനുള്ള അവസരങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക. നെഗറ്റീവ് ചിന്താഗതി എപ്പോഴും കുട്ടിയെ പിറകോട്ട് വലിക്കുകയും അവൻ്റെ യഥാർത്ഥ കഴിവുകളെ മറച്ചു വെക്കുകയും ചെയ്യും. അടുത്തതായി, കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഘടകമാണ് ഫ്രീഡം. അവർ സ്വതന്ത്രമായി വളരട്ടെ. അവരുടെ ഓരോ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബോസ് ആയിക്കൊണ്ട് പെരുമാറുമ്പോഴാണ് പല കുട്ടികളും നിഷേധിയാവുന്നത്. കുട്ടികളെ ഒരു വ്യക്തിയായിട്ട് അംഗീകരിക്കുക. അവരുടെ വ്യക്തിത്വത്തെ നാം മാനിക്കുക. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ. നമ്മളവനെ ബഹുമാനിക്കുമ്പോൾ മാത്രമേ അവർക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയൂ. കുട്ടിക്ക് ഫ്രീഡം നിഷേധിക്കുമ്പോൾ, അവനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ അവർ ഒരു നിഷേധിയായി അല്ലെങ്കിൽ ഒരു റിബലായി വളരുന്നു. കുട്ടിക്ക് ഏത് സമയത്തും തൻ്റെ രക്ഷിതാവിനോട് എന്തും തുറന്നു പറയാനുള്ള ഒരു ഭയമില്ലാത്ത അവസ്ഥ രക്ഷിതാക്കൾ ഉണ്ടാക്കണം. അവനെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ലവ് അഫെയർ, ഇതേതും തൻ്റെ രക്ഷിതാവിനോട് തുറന്നു പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് എൻ്റെ രക്ഷിതാക്കൾ എന്ന ബോധം കുട്ടിയിൽ വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടാക്കുന്നത്. അതിലൂടെ അവൻ ഒന്നും മറച്ചു വെക്കുന്നില്ല, കള്ളം പറയുന്നില്ല. അടുത്തതായി, റോൾ മോഡൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികൾ എപ്പോഴും റോൾ മോഡലാക്കുന്നത് അവരുടെ പാരൻസിനെ തന്നെയാണ്. അവർക്ക് മാതൃകയാവുന്ന വിധത്തിൽ നമ്മൾ മാറിയേ പറ്റൂ. പലപ്പോഴും ഒരു മദ്യപാനിയുടെ മകൻ മദ്യപാനിയായി തീരുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ ചെറുപ്പം മുതലേ അവൻ്റെ രക്ഷിതാക്കളെ അനുകരിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് അവർക്ക് മാതൃകയാവുന്ന വിധത്തിൽ എല്ലാ രക്ഷിതാക്കളും മാറുക. ചുരുക്കത്തിൽ, നമ്മൾ സ്നേഹം കൊടുത്തുകൊണ്ട്, നല്ല ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട്, നല്ല റോൾ മോഡലായിക്കൊണ്ട്, കുട്ടികൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. താങ്ക് യു.